എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മെഹറുന്നിസ. ഞാൻ അബ്ദുൽ ലത്തീഫ്. സൂറത്ത് അൽ ഇസ്രാഹ് പേജ് നമ്പർ 254 18 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ക്ഷണികമായതിനെ ഈ ലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ്. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനും പുറന്തള്ളപ്പെട്ടവനായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലമർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ലൂറാ. ഇരുകൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. നിന്റെ രക്ഷിതാവിൻ്റെ ദാനത്തിൽപ്പെട്ടതത്രേ അത്. നിന്റെ രക്ഷിതാവിൻ്റെ ദാനം തടഞ്ഞു വെക്കപ്പെടുന്നതല്ല. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. നാം അവരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പരലോക ജീവിതം ഏറ്റവും വലിയ പദവിയുള്ളതും ഏറ്റവും വലിയ ഉത്കൃഷ്ടതയുള്ളതും തന്നെയാകുന്നതും. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ സ്ഥാപിക്കരുത്, എങ്കിൽ അപമാനിതനും കയ്യൊഴിക്കപ്പെട്ടവനുമായി നീ ഇരിക്കേണ്ടി വരും. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും എൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ഛേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ നീ എന്ന് പറയുകയും ചെയ്യുക. റബ്ബുക്കും അഅ്ലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനൂ സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നല്ലവണ്ണം അറിയുന്നവനാണ്.
നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ഖേദിച്ചു മടങ്ങുന്നവർക്ക് ഏറെ പുറത്തു കൊടുക്കുന്നവനാകുന്നു. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. കുടുംബബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നീ ധനം ദുർവ്യയം ചെയ്തു കളയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന അശ്ശയാത്തീൻ വകാന അശ്ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചി തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.